യുദ്ധം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യായിരുന്നു നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും എന്നുള്ളത്. ഇറാനിൽ ആദ്യമായിട്ട് അറ്റാക്ക് നടന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് GCC കൺട്രീസിലായിരിക്കും എന്നുള്ളത്. അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഓയിലിന്റെ പ്രൈസ് കൂടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൂടിയിട്ടുണ്ട്. ഇറാനിലെ ഓയിൽ റിഫൈനറീസിൽ അറ്റാക്ക് നടന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് GCC കൺട്രീസിലെ റിഫൈനറീസിൽ അതുപോലെ പോർട്ടുകളായിരിക്കും എന്നുള്ളത്. അത് അതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ യുദ്ധം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുൻപ് US-ഉം ഇസ്രായേലും പറഞ്ഞു ഇറാന് 48 മണിക്കൂർ സമയം കൊടുക്കുന്നു ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ 48 മണിക്കൂർ തീരാൻ കുറച്ച് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ട്രംപ് പറയുന്നു ഇറാന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ഇറാൻ പറയുന്നു ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്ന്. ട്രംപ് ഇത് പറഞ്ഞു. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറാനിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇറാനിലെ ഇലക്ട്രിസിറ്റി എല്ലാം പോയിട്ടുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റില്ല ഇറാനിന് നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്. മേ ബി അവര് GCC കൺട്രീസിലെ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ടാക്കും, ഇന്റർനെറ്റ് ഇല്ലാണ്ടാക്കും. സോ ഇപ്പോൾ നിലവിൽ ഇതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ട്രംപ് കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആളൊരു പൊട്ടത്തരം കാണിക്കുന്നു, വിഡ്ഢിത്തരം കാണിക്കുന്നു, ആളൊരു ഫൂൾ ആണെന്നുള്ളത്. പക്ഷേ ട്രംപ് ഹീസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് മാൻ ഇൻ ദ വേൾഡ്, അതുപോലെ ബെസ്റ്റ് ഡീലർ ഇൻ ദ വേൾഡ്. സോ സംതിങ് ഇൻ ഹിസ് മൈൻഡ്. ആളെ ഒരിക്കലും നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാന് ചെയ്തുകൊണ്ടിരിക്കുന്നത് തലയില്ലാണ്ട് ഉടല് മാത്രമാണ് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു നേതാവില്ല. അവരുടെ ബാക്കി വരുന്ന 31 IRGC ടീമുകളാണ് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യുദ്ധം പോകുന്നത് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേജിലൂടെയാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.